അതിലെ പാലക്കാട് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പിഷാരടിയും ശോഭ സുരേന്ദ്രനുമാണ് അവിടെ ഏറ്റവും പറഞ്ഞു കേൾക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നൊരു വാർത്തയുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് അറിയാൻ? 29-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലേക്ക് എത്തുന്ന ഒരു പ്രചരണ രീതിക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. പക്ഷെ 29-ന് പാലക്കാട് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ശ്രീ നരേന്ദ്രമോദി എത്തുന്നതിനോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. നമുക്കറിയാം, നിർണായകമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് വീണ്ടും തിരിച്ച് ഭരണത്തിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ആണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കളെല്ലാം കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത് മുമ്പ് നമ്മൾ മുൻകൂട്ടി കണ്ടൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഇപ്പോൾ BJPയുടെ ആയതുകൊണ്ട് കേന്ദ്ര നേതാവായിട്ട് ശ്രീ നരേന്ദ്രമോദി എത്തുന്നതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഉറപ്പായിട്ടും കോൺഗ്രസിന് വേണ്ടി എത്തും. കാരണം അതിന്റെ തുടക്കം നമ്മൾ വയനാട് കണ്ടതാണ്. അന്ന് വന്ന് ഉറപ്പിച്ച 10 സീറ്റുകൾക്ക് പുറമെ ബാക്കി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവർക്കായി വീണ്ടും രാഹുൽ ഗാന്ധിയും എത്തുന്നതായിരിക്കും. അപ്പോ പാലക്കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കമ്മ്യൂണിസ്റ്റിന്റെ CPM-ന് ഒരു മുഖമില്ല. NDAയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റേതായിട്ടുള്ള ഇവര് സ്ഥാനാർത്ഥികളുടെ പോരാട്ടമാണുള്ളത്. കോൺഗ്രസിന് പിഷാരടിയും രമേശ് പിഷാരടിയും അതേപോലെ BJPക്കായിട്ട് ശോഭ സുരേന്ദ്രനുമാണ് ഒരുമിച്ച് നേർക്കുനേർ പോരാടുന്നത്. പാലക്കാടിനെ നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും ഒക്കെ തെളിയിച്ചതാണ്. ഭൂരിപക്ഷങ്ങളുടെ കൂടലുകളും അതേപോലെ കോൺഗ്രസിനെ ജനങ്ങൾ കൈയോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതും. പക്ഷേ ശോഭാ സുരേന്ദ്രനാണെങ്കിലും BJP ആണെങ്കിലും നമുക്കങ്ങനെ വില കുറച്ച് കാണാൻ പറ്റില്ല. പിന്നെ CPM-നോട് മുഖമില്ല എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശമുണ്ട്. ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ വോട്ട് ചൊരിയാൻ അല്ലെങ്കിൽ വോട്ട് ചോർത്തി കൊടുക്കാനുള്ള ഒരു സാഹചര്യവും പാലക്കാട് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഭരണം UDF-ന് കൂടുതൽ മണ്ഡലങ്ങൾ പിടിക്കുമ്പോഴാണല്ലോ ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. അല്ലാതെ ഈ 100 സീറ്റുകളൊന്നും BJPക്ക് പിടിക്കാൻ എന്തായാലും കേരളത്തിൽ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ മണ്ഡലങ്ങൾ പിടിക്കരുതെന്നൊരു രീതിയാണ് CPM നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ശോഭയ്ക്ക് വേണ്ടിയിട്ട് കിട്ടാൻ പോകുന്ന വോട്ടുകൾ പകുതിയും BJPയുടേതായിട്ടുള്ളതിന്റെ അപ്പുറത്തേക്കും അവിടെ CPM-ന്റെ വോട്ടുകൾക്കും സാധ്യതകളുണ്ട്. പിന്നീട് BJPയുടെ അത്ര കണ്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കാം CPM-ന്റേതായിട്ടുള്ള വോട്ടുകൾ കോൺഗ്രസിന് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും കേന്ദ്ര നേതാക്കളാണ് ഇപ്പൊ നേർക്ക് നേർ കാണാൻ പോകുന്നത്. പാലക്കാടിന്റെ മണ്ണിലേക്ക് ആരുടെ വരവാണ് പ്രതിഫലിക്കുക എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. എന്തായാലും 2 നേതാക്കൾ, ഇപ്പൊ രാഹുൽ ഗാന്ധി ആണെങ്കിലും ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും ജനങ്ങളെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന 2 നേതാക്കളാണ്. അവർ കൃത്യമായി ഇവിടെ വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ സംബോധന ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാണ്. പാലക്കാട് ജനങ്ങൾക്ക് ആരെയാണ് സ്വീകാര്യതമാകുന്നത് എന്നുള്ളത് നമുക്ക് കാണണം. കാരണം 2 പേര് റോഡ് ഷോ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. 2 റോഡ് ഷോയ്ക്കും അത്യാവശ്യം നല്ല ഭൂരിപക്ഷം അല്ലെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ട് കാണുന്നുണ്ട്. ഇപ്പൊ പിഷാരടിയുടെ റോഡ് ഷോ ആണെങ്കിൽ ശ്രീ VK ശ്രീകണ്ഠനും അതേപോലെ തന്നെ ഷാഫി പറമ്പിലും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് രമേശ് പിഷാരടിയോടൊപ്പം സഞ്ചരിക്കുന്നത്. അതേപോലെ വിവിധ ഇടങ്ങളിൽ അവർ ഒരു റോഡ് ഷോ നടത്തുന്നുണ്ട്, പ്രചരണ രീതികൾ സംഘടിപ്പിക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ശോഭ സുരേന്ദ്രൻ ആണെങ്കിൽ ശോഭയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ BJP നേതാക്കളൊക്കെ ഇറങ്ങുന്നുണ്ട്. കേന്ദ്ര അല്ലെങ്കിൽ മറ്റു നേതാക്കളെ ഒന്നും നമ്മൾ കാണുന്നില്ല പാലക്കാട്. ഇപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും ശ്രീ നരേന്ദ്രമോദിയുടെ തുടക്കം, ഈ BJPയുടെ തുടക്കം കുറിക്കുന്നത് പാലക്കാട്ടേക്കായിരിക്കും. പിന്നീട് അദ്ദേഹം തലസ്ഥാനത്തേക്ക് പോവും. കാരണം നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് തലസ്ഥാനം. പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കോട്ടയത്തേക്ക് വരുന്നതായിരിക്കും. കോട്ടയത്തും BJPക്ക് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ സ്ഥാനാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്കും വരാൻ ചാൻസ് ഉണ്ട്. മലബാറിലേക്കൊന്നും വലിയ രീതിയിൽ പോകാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. കൂടുതലായിട്ടും ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും വന്ന് ക്യാമ്പിംഗ് നടത്തിയിട്ട് പോകുന്നത്. പക്ഷെ ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ ആയിരിക്കില്ല. രാഹുൽ ഗാന്ധി എല്ലായിടത്തേക്കും പോകുമെന്നുള്ള ഒരു റിപ്പോർട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം എല്ലായിടത്തും കോൺഗ്രസിന് വോട്ടുകളുണ്ട്. ഇപ്പൊ ഇവരുടെ മലബാർ ആണല്ലോ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ മണ്ഡലമായിട്ടുള്ളത്. അല്ല, മുസ്ലിം ലീഗ് ഏറ്റവും ശക്തി ആർജിച്ച, അതായത് കൃത്യമായി വോട്ട് നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന പോലെ ലീഗിന്റെ സീറ്റ് UDF-ന് കറക്റ്റ് ആണ്. പിന്നെ രാഹുൽ ഗാന്ധി എല്ലായിടത്തും എത്തും എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ഇതിൽ പറയണം. അതായത് അതിന് പഴയ കോൺഗ്രസ് അല്ല ഇപ്പോൾ.
കുറേയൊക്കെ വളരെ ഒരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ടോ എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഈ പറയുന്ന രീതിയിൽ MP-മാരെ നിർത്തണമെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം പേരെ നിർത്തും, കഷ്ടപ്പെട്ട് ജയിപ്പിക്കും, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് നിയമസഭയിലേക്ക് കുറേ എണ്ണം വരും. ഈ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗ് ലോകസഭയിലേക്ക് അയച്ചിട്ട് പിന്നെ അദ്ദേഹം തിരിച്ച് നിയമസഭയിൽ വന്ന കഥയൊക്കെ അറിയാമല്ലോ. നിരവധി തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതിനെല്ലാം മാറി കറക്റ്റ് പിന്നെ ആ ഡിസിഷൻ, വളരെ നല്ല ഡിസിഷനൊക്കെ എടുത്ത് നിൽക്കുവാണ്. വളരെ ഒരു മെച്ചുറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. CPM-ന് കിട്ടുന്നത് പോലെ CPM-ന് മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ അവരുടെ പടലപ്പിളക്കങ്ങളിൽ ചാടി വരുന്നവരെ കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ അവർക്ക് കുലംകുത്തികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾക്ക് അവർക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു സാധ്യതയുണ്ട്. കാര്യം കോൺഗ്രസിന്റെ വോട്ട് എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തില് NSSന്റെ വോട്ടും SNDP കോൺഗ്രസ് വോട്ടും, ഈ രണ്ട് സമുദായത്തിന്റെ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടാണ് BJP-യിലേക്ക് പോയിരിക്കുന്നത്. അത് തിരികെ കൊണ്ടുവരാൻ, അത് ആന്റി ഇൻകംപൻസി ഏറ്റവും കൂടുതൽ പറഞ്ഞ് ഇവർക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയണം. ഇപ്പൊ രാഹുൽ ഗാന്ധി വരുമ്പോൾ കേരളത്തിലെ നേതാക്കൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ചിത്രങ്ങളൊക്കെ തന്നെ അറിയാം. ഇവരെ ഈ പറയുന്ന പോലെ കേന്ദ്രത്തിൽ ഒരുമിച്ച് നിൽക്കുകയും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുകയും ചെയ്യുന്നതും ഒരു BJP-ക്ക് പറയാൻ ഒരു കാരണമാണ്. ഇത് ശ്രീ നരേന്ദ്രമോദി ഇതിനു മുമ്പ് ഇവിടെ ഇലക്ഷൻ സമയത്ത് വന്ന് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കേന്ദ്രത്തിൽ ഇവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുകയും കേരളത്തിലേക്ക് എത്തുമ്പോൾ തമ്മിൽ തല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ജനങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം, ഇവരെ സപ്പോർട്ട് ചെയ്യണോ അതോ നമ്മളെ സപ്പോർട്ട് ചെയ്യണോ എന്ന്. എനിക്ക് തോന്നുന്നു ലോക്സഭാ ഇലക്ഷനിൽ ഇദ്ദേഹം നേതാക്കൾക്കായിട്ട് സംസാരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു പ്രസ്താവന ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ആയിരിക്കാം ഇനിയിപ്പോ എനിക്ക് ഇവിടെ പ്രധാന പ്രചാരണ വിഷയമായി എടുക്കാൻ പോകുന്നത് അയ്യപ്പ കൊള്ള, ശബരിമല കൊള്ളയെ പറ്റിയിട്ട് ശ്രീ നരേന്ദ്രമോദി സംസാരിക്കാൻ ഇടയുണ്ട്. അതേപോലെ ഇവിടുത്തെ പ്രധാന അഴിമതി പ്രശ്നങ്ങളെ പറ്റിയിട്ടും പിന്നീട് സംസാരിക്കുന്നത് വരാൻ പോകുന്ന പദ്ധതികളെ പറ്റിയിട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ണിലായതുകൊണ്ട് തന്നെ പാലക്കാട് കൊണ്ടുവരാൻ പോകുന്ന പദ്ധതികളെ പറ്റിയിട്ട് സംസാരിക്കും. രണ്ടാമതൊരു കാര്യം കൂടെ അതിന് പറയേണ്ടി വരും. എന്നറിയാം, നമ്മൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അന്ന് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഏത് തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിനെ അല്ല BJP-ക്ക് കിട്ടിയിരിക്കുന്നത്. ജനസമ്മതിയുള്ള ഒരു നേതാവാണ് ഈ ക്രൗഡ് പുള്ളറാണ്. ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളറെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ കൃഷ്ണകുമാർ പക്ഷം, ഇത് BJP-ക്കകത്ത് വിഭാഗീയത നല്ല രൂക്ഷമാണെന്നൊക്കെ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് അറിയാം. ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നതൊന്നുമല്ല. ഈ CPM എന്ന് പറയുന്നത് അവരിപ്പോ ഒരു മുതലാളിയൊക്കെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. പേരിന് ഒരു സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ആ പേര് പോലും നമുക്കിപ്പോൾ വായിച്ചെടുക്കാൻ നമ്മുടെ ഓർമ്മയിൽ പോലും തങ്ങി നിൽക്കാത്തൊരു പേരാണ്. അതുകൊണ്ടാണ് ആ പേര് പോലും പറയാൻ പറ്റാത്തത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ CPM-നെ സംബന്ധിച്ച് ഒരു വ്യവസായിയെ കൊണ്ട് നിർത്തുന്നു, ന്യൂനപക്ഷ വോട്ടെന്ന് പറഞ്ഞു. പാലക്കാട് ന്യൂനപക്ഷം മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഇവർ ഈ പറയുന്ന പേയ്മെന്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് മറ്റു മുന്നണികൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അറിയില്ല. ഒരു സ്ഥാനാർത്ഥി പരിവേഷം എന്ന് പറയുന്ന മുതലാളിമാർ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു മുതലാളിക്ക് ചാർത്തി കൊടുക്കുന്നു. ഇത് സ്ഥലം പാലക്കാടാണ്, ചുവന്ന കോട്ടയായിരുന്ന സ്ഥലമാണ്. അപ്പോൾ കൃഷ്ണകുമാർ മാറി ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ BJP-ക്ക് ഒരു വേള ഒരു സാധ്യത അവർ കാണുന്നുണ്ട്. രണ്ട്, ഈ ഭരണവിരുദ്ധ വികാരം കൃത്യമായി നരേന്ദ്രമോദി പറയുകയാണ് എന്നുണ്ടെങ്കിൽ. പക്ഷെ ശ്രീ നരേന്ദ്രമോദി ഭരണവിരുദ്ധ വികാരം പറയാനുള്ള ഒരു ചാൻസ് കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഷാഫിയുടെ പ്രസംഗം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അത് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. ഷാഫിയുടെ ആ പ്രസംഗത്തെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമായിട്ട് ഓരോ വിഷയവും എടുത്ത് സംസാരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ തുടങ്ങി സർക്കാരിന്റെ ഓരോ പിഴവുകളെയും എടുത്തു കാണിച്ചുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് രമേശ് പിഷാരടിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, കേരളത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ലേബലിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. അതെ, കൃത്യമായിട്ടുള്ള ആ ഒരു പ്രസംഗം. അപ്പോ രമേശ് പിഷാരടിക്ക് വൻ രീതിയിലുള്ള ജനപ്രീതി അവിടെ ലഭിക്കുന്നുണ്ട്. അതേപോലെ രാഹുലിനോടുള്ള ഒരു സ്നേഹവും ഷാഫി, പഴയ ഷാഫിയെയാണ് രമേശ് പിഷാരടിയുടെ ട്രെൻഡിലൂടെ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു ട്രെൻഡ് അവർക്ക് വിജയിക്കുകയാണെങ്കിൽ ഷാഫി ഇറങ്ങിയിട്ടുണ്ട്. ഷാഫി കൃത്യമായി എല്ലാ ദിവസവും ക്യാമ്പയിൻ നടത്തി പാലക്കാട് പ്രചരണത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ഷാഫി. അതെ, ഷാഫി വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും പിഷാരടിക്ക് വൻ ഭൂരിപക്ഷം കിട്ടാതിരിക്കില്ല. അതേപോലെ ശോഭയ്ക്കും അവിടെ ചാൻസുകൾ പിന്നെ ഈ CPM-ന്റെ മുഖം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് CPM-നെ പറ്റി സംസാരിക്കാത്തത്. എന്തായാലും ഇത് മുന്നണിക്ക് വേണ്ടിയിട്ടും ഇനിയിപ്പോ കേന്ദ്രത്തിൽ നിന്നുള്ള പുലികളാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. അവരെന്താണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്? ഉറപ്പായിട്ടും രാഹുലും പ്രിയങ്കയും ഒരുമിച്ചായിരിക്കും എത്താൻ പോകുന്നത്. മലബാർ, മധ്യ തിരുവിതാംകൂർ, അതേപോലെ തിരുവിതാംകൂർ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും റോഡ് ഷോയും പ്രത്യേക അല്ലെങ്കിൽ അവരുടെ മീറ്റ് ജനങ്ങൾ, ആ ഒരു മീറ്റ് പീപ്പിൾ എന്ന രീതിയിലേക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്തവർ കാണുന്നുണ്ടായിരിക്കും. തീർച്ചയായും ഇനി വരും ദിവസങ്ങളിലെ ഇവരുടെ പരിപാടികളെ പറ്റിയിട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടും കൂടെ ഒഴുക്കട്ടെ ചേട്ടാ. എന്തായാലും പോരാട്ട വീര്യം കൂടുന്നു. സ്ഥാനാർത്ഥികൾ കൂടുതലായി മുന്നോട്ട് വരികയാണ് ജനങ്ങളുടെ ഇടയിലേക്ക്. നമുക്ക് കാണാം എന്താണ് പാലക്കാടിന്റെ അവസ്ഥയെന്ന്.